പിണറായി വിജയനായ ഞാൻ സ്ഥാപിതമായ ശബരിമലയിൽ ദർശനം നടത്തി ബിന്ദുവും കനകദുർഗയും. ശബരിമലയില് നേരത്തെ മുതലേ യുവതികളായിട്ടുള്ളവർ കയറാൻ പോയിരുന്നല്ലോ. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് അങ്ങനെ ഭക്ഷണവില കൂട്ടിയിരിക്കുകയാണ്. ഹോട്ടലുകൾ പാചകവാതക സിലിണ്ടറിന് വില ഉയർന്നതിനെ തുടർന്ന് തലസ്ഥാനത്ത് ചില ഹോട്ടലുകൾ ഊണിന് 5 രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത്. വൈകാതെ എല്ലാ ഹോട്ടലുകൾക്കും വില കൂട്ടേണ്ട സ്ഥിതിയാണെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതികരണം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെച്ച് കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിലെ ക്രമക്കേട് അക്കമിട്ട് നിരത്തി CAG റിപ്പോർട്ട്. 1500 രൂപ നിരക്കിൽ PPE കിറ്റ് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. പലവിധ വിലക്കയറ്റങ്ങൾക്കിടയിൽ ഇരട്ടടിയായി കെട്ടിട നികുതി വർധനയും. കേരള സഹകരണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പായ ഇരിഞ്ഞാലക്കുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് 11,000-ഓളം പേരുടെ 312 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇടതു ഭരണസമിതിയിലെ ചിലരും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുത്തത്. ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ച സർക്കാർ 108 ആംബുലൻസ് സർവീസ് കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ്. ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന നൽകുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ ഒളിവിലെന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രമേ പത്മകുമാറെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രമേ പത്മകുമാറെന്ന് പ്രത്യേക അന്വേഷണ സംഘം. പിണറായി വിജയൻ കൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ തൊഴുത് കാണിക്കാനേ പറ്റുള്ളൂ, സ്വാമി ആയതുകൊണ്ട്.